ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്താണ് ഇവിടെ ഇങ്ങനെ താഴെ ചമ്രം പണിഞ്ഞിരിക്കണേന്നൊക്കെയല്ലേ. ഇവിടെ എൻ്റെ കയ്യിലൊരു ഒരു ചാക്ക് സാധനങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അത് കുറച്ച് പ്രോഡക്ട്സ് ആണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എവിടെ ഇരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഫൈനലി എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കംഫർട്ടബിൾ, സാധനങ്ങൾ വെക്കാനും കാണിച്ചു തരാനും. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പം ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ടീമു എന്നാണോ പറയുക, ടെമു എന്നാണോ പറയുക എന്നുള്ള പ്രൊനൗൺസിയേഷൻ എനിക്കിപ്പോഴും അറിയില്ല. ടെമു എന്നാണ് ഞാൻ പറയാറ്. ഞാൻ ഇതിന് മുമ്പും ഈ വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഈ വെബ്സൈറ്റിലുള്ളത്. ഇതിൻ്റെ ഒരു എന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ലൈക്ക് കുറേ ഈ ചെറിയ ചെറിയ വീട്ടിലെ ഹോം ഡെക്കോർ ഐറ്റംസ് അല്ലെങ്കിൽ കിച്ചണിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കുറേ ഓർഗനൈസേഴ്സ് അങ്ങനത്തെ ഒക്കെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചിലപ്പോൾ അത്രയും കോസ്റ്റ് കുറവാകുമ്പോൾ മിക്കവാറും ക്വാളിറ്റിയിലും കോംപ്രമൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ട്രയൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അന്ന് ഞാനൊരു 10 പൗണ്ട്സിനുള്ളിലുള്ള കുറച്ച്, അതായത് മിനിമം ഓർഡർ 10 പൗണ്ട്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ചെറിയ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കിച്ചണിലേക്ക് ആവശ്യമുള്ള അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ട്രയൽ ബേസിസിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയ എല്ലാ പ്രോഡക്ട്സും ലൈക്ക് നമ്മൾ പേ ചെയ്ത മണീനേക്കാളും എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല പ്രോഡക്ട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത്തവണയാണ് ഞാൻ കുറച്ചധികം പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പൊക്കെ ഞാൻ വളരെ ഒരു 2-3 ഐറ്റംസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ഓവർ ദ ഡോർ, നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഹാങ്ങർ യൂസ് ചെയ്യാം, അല്ലെ ബാഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക്. ഇത് മെറ്റലാണ്, നല്ല സ്റ്റേഡിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒടിഞ്ഞു വീഴൊന്നുമില്ല, നല്ല ഉറപ്പുള്ളതാണ്. ഈ കണ്ട ജസ്റ്റ് ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി വെക്കാം. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി വന്നിട്ട് കുറേ ദിവസമായി, ഞാൻ അൺബോക്സ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഹെയർ ഡ്രയർ ഇല്ലേ. ഹെയർ ഡ്രയർ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഈ മേ ബി കോമ്പൊക്കെ വെക്കാനുള്ള ഷെൽഫാണ്, തലയിലിടുന്ന എന്തെങ്കിലും. അപ്പോൾ ഹെയർ ഡ്രയർ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഇങ്ങനെ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിമേ റെസ്റ്റ് ചെയ്യാം. ഇവിടെ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഹുക്കിൽ ഇതിങ്ങനെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇത് പീൽ ചെയ്ത് കളയാം. എന്നിട്ട് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്ന വാളിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ സൈഡിലോ വുഡൻ എന്താ പറയുക ഡോറിലോ എവിടെ വേണേലും നമുക്കിത് ഫിക്സ് ചെയ്യാം. ബാത്റൂമിൽ വേണേൽ ബാത്റൂമിലും ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഒരു ആവശ്യമുള്ള ഒരു സാധനമായിട്ട് തോന്നി, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കാരണം. സോ ദിസ് വാസ് ആ സെക്കൻഡ് പ്രോഡക്റ്റ്. താഴെ ഇരുന്ന് ശീലമില്ലാഞ്ഞിട്ടേ നടുവൊക്കെ വേദനെടുക്കണം. ഇതാണ് നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. ഇതൊരു ജസ്റ്റ് ഒരു ഫാൻസി പ്രോഡക്റ്റ് ആയിട്ട് പറയാം. ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. എങ്ങനെ വർക്ക് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. ഞാൻ രാവിലെ ചിലപ്പോൾ ചായ അവോയ്ഡ് ചെയ്തിട്ട്, അതായത് മിൽക്ക് ടീ അവോയ്ഡ് ചെയ്ത് ഒന്നെങ്കിൽ ലെമൺ ടീയോ അല്ലെങ്കിൽ ഹണി ലെമൺ വാട്ടറൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഹണി ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് തുറക്കേണ്ടി വരും, എന്നാലേ ഇതിന്ന് വരുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഹോളിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള ഹണി നമുക്ക് എടുക്കാം. ഒരു നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. സോ ഹണി ഡിസ്പെൻസർ. ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇത് കണ്ട ഹെയർ ക്ലിപ്സ് അല്ലെങ്കിൽ ഹെയർ ബാൻഡ് ആണെന്ന് തോന്നും, അല്ല. സോ ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന, എൻ്റെ എല്ലാ ചാർജറിനും സംഭവിക്കുന്നു. ഫോണിൽ കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോൺ നോക്കുമ്പോൾ എപ്പോഴും ഈ ടിപ്പിൽ ഇവിടെ ബെൻഡായിട്ട് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. സോ അതിന്
അങ്ങനെ മടങ്ങി പൊട്ടാതിരിക്കാനുള്ള ഒരു സാധനം എന്നാണ് അവർ പറഞ്ഞത്. ഞാനതിപ്പോൾ തന്നെ വെച്ച് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ക്വിക്ക്ലി ഇട്ടതാണ്. അയച്ചിട്ട് ഇത് കുറച്ചും കൂടിയും നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് സെർവ്സ് ദ പർപ്പസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബെൻഡ് ആവില്ല ഈ ഒരു എഡ്ജിൽ. അവിടെയാണ് സാധാരണ എല്ലാ ചാർജിങ് കേബിൾസും മടക്ക് വന്നിട്ട് ആ ഉള്ളിലത്തെ വയറൊക്കെ വരും, പിന്നെ അത് ചിലപ്പോൾ ഷോർട്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ പാക്കറ്റിൽ 12 പീസസ് ഉണ്ട്, 12 പീസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഇതും വളരെ പ്രൈസ് കുറവാണ്, പക്ഷേ നല്ല എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ജസ്റ്റ് ഒരു വുഡൻ ട്രേ ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് വല്ല ക്യാൻഡിൽസ് വെക്കാനോ, ഡിഫ്യൂസർ ഇല്ലേ, ഫ്രഷ്നർ, അതൊക്കെ വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ഭംഗി എന്നുള്ള ഒരു ഉദ്ദേശത്തിന് മാത്രം മേടിച്ചതാണ് കേട്ടോ. ഇത്രയും ഉണ്ട്, എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ എനിക്കിഷ്ടമായി. പിന്നെ ഇതൊരു എന്താണെന്ന് മനസ്സിലായോ, ഇതാണ് നമ്മളെ ബണ്ണ് കെട്ടില്ലേ, ഹെയർ ബൺ, അതിൻ്റെ ഒരു ചോപ്സ്റ്റിക് എന്ന് പറയാം, ഹെയർ ചോപ്സ്റ്റിക്. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എങ്ങനെ വെക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നോക്കാം. നമ്മളിങ്ങനെ സാധാരണ ബണ്ണ് ചെയ്യില്ലേ, ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ടോ ക്വൈറ്റ് ഗുഡ്, എനിക്കിഷ്ടമായി. സോ ബാക്കിൽ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതൊരു നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല, അതൊരു മെറ്റലാണ്. പിന്നെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ക്യാപ്പുച്ചിനോ മേക്കർ. ബേസിക്കലി ഇത് നമുക്ക് ഫ്രോത്ത് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഞാനിത് ഓൾറെഡി ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കാരണം ട്രൈ ചെയ്താലല്ലേ ഇത് യൂസ്ഫുൾ ആണോ അല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇത് നമുക്ക് ഡ്രിങ്കിലിട്ടിട്ട് ഇത് എന്താ പറയുക, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് നന്നായിട്ട് ഫ്രോത്തി ആയിട്ട് കിട്ടാനുള്ള ഒരു സാധനമാണ്. സോ ഇത് ഈ പ്രോഡക്റ്റ് മാത്രമേ വരുള്ളൂ, ഇതിൽ ബാറ്ററി ഇല്ല. ഞാനിതിൽ 2 ബാറ്ററി ഇട്ടു. ആൻഡ് ജസ്റ്റ് ക്ലോസ് ഇറ്റ്. കണ്ടോ, ചെയ്തിട്ട് ഇങ്ങനെ ഡ്രിങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇറ്റ്സ് ലെസ് ദാൻ 1 pound ഐ തിങ്ക്. ഇതിവിടെ ഷോപ്സിലൊക്കെ ഇങ്ങനെ ഇത്രയും കുറവിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് മൊബൈലിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ സാധനം വരുമില്ലേ. വി ഡോണ്ട് നീഡ് ടു ജസ്റ്റ് ഗോ അറൗണ്ട് ആൻഡ് ഷോപ്പ് ഫോർ തിങ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ടിമു എന്ന ഒരു ആപ്ലിക്കേഷൻ തോന്നിയിട്ടുള്ളത്. ഐ തിങ്ക് ഇറ്റ് കംസ് ഫ്രം ചൈന. പക്ഷെ ഒരു കാര്യം കൂടിയും പറയാം, നമ്മൾ നന്നായിട്ട് സമയമെടുത്ത് നോക്കി റിവ്യൂസൊക്കെ വായിച്ചിട്ട് വേണം ഓർഡർ ചെയ്യാൻ. എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അറിയാലോ, അതിപ്പോൾ എവിടെ നിന്ന് മേടിച്ചാലും, ആമസോണിൽ നിന്ന് മേടിച്ചാലും നമ്മൾ ഒരേ പ്രൊഡക്റ്റിൻ്റെ പല കമ്പനീസിൻ്റെ ഉണ്ടാവും അതിൽ ഡിസ്പ്ലേ അല്ലേ. സോ നമ്മൾ അതിൽ കസ്റ്റമർ റിവ്യൂസ് നോക്കുക, എല്ലാം നോക്കിയിട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷനും. പ്രൈസ് കുറവാണെങ്കിലും ഒരുപാട് സെല്ലേഴ്സ് സെയിം സാധനം ഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് നോക്കി ടൈം എടുത്ത് റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. സോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വേണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ ഫൈനലി ഐ ബോട്ട് ഇറ്റ്. ആൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചു. അടിപൊളിയായിരുന്നു. ഇതൊരു വലിയ ബോക്സാണ്, ഇതെന്താണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ, ഇപ്പോൾ മനസ്സിലായി. ഇതിൻ്റെ പാക്കേജിങ്ങും നല്ലതാട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. ഗുഡ് പാക്കേജിങ്, നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് ഇതുവരെ ഒരു പ്രൊഡക്ട്സും അല്ലെ ഡെലിവറിയിൽ മതലബ് ട്രാൻസിറ്റിൽ കേടായിട്ട് വന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ല. നന്നായി പാക്ക് ചെയ്തിട്ടാണ് വന്നത്. എന്താണെന്ന് കണ്ടിട്ട് വല്ലതും മനസ്സിലായോ? ഇതാണ് എഗ് ഹോൾഡർ. ഓക്കെ, സോ ഇത് ഇങ്ങനെ പോവുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഗ്ഗ് വെക്കുക, പിന്നെ നെക്സ്റ്റ് റാക്കിൽ വെക്കുക, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റാക്കിൽ വെക്കുക. സോ
ഈ ഫസ്റ്റ് റാക്കിലെ എല്ലാ എഗ്സും എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ഗോ അപ്പ്. പിന്നെ ഇതിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിലത്തെയും എല്ലാ എഗ്സും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഓട്ടോമാറ്റിക്കലി മോളിപ്പോവും. പിന്നെ ഈ ഭാഗം മാത്രമായിരിക്കും. സോ അത് കണ്ടപ്പോൾ എനിക്കൊരു ഫാൻസി ഐറ്റം ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഞാൻ ഇപ്പോൾ തന്നെ നോക്കിയിട്ട് കാണിച്ചു തരാം. സോ ഉള്ള മുട്ടകൾ ഞാൻ 3 ഷെൽഫിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തേന്ന് ഞാൻ എടുത്ത് വരണം. ലെറ്റ്സ് സീ ഇഫ് ഐ റിമൂവ് ദിസ്. അപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് റോൾ എടുത്താൽ മതി. അതുപോലെ ഇതിലേയും ലാസ്റ്റ് വണ്ണ് കൂടി എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് വിൽ ഗോ അപ്പ്. അപ്പോൾ കൊള്ളാമല്ലേ സംഭവം? എനിക്കിഷ്ടമായി. ഇതിനായിരിക്കും തോന്നുന്ന ഒരു 4 പൗണ്ട് എങ്ങാണ്ടായിട്ടുണ്ട്. പക്ഷെ അത്രയും വലിയ സാധനമാണ്, നല്ല ഉറപ്പുള്ള സാധനമാണ്. നമുക്ക് കിച്ചണിലൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കാൻ കാണാനും ഭംഗിയാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പോലത്തെ ഒരു കാര്യമുണ്ട്. 1 2 3 4 31 ലൈക്ക് ഇതിൽ 30 eggs സ്റ്റോർ ചെയ്യാമല്ലോ. സോ യു ക്യാൻ മൂവ് ദിസ്. 15 എണ്ണേ ഉള്ളൂ അല്ലെങ്കിൽ 10 എണ്ണേ ബാക്കിയുള്ളൂ എങ്കിൽ ഇഫ് ഐ സെറ്റ് ഇറ്റ് ഹിയർ, അപ്പോൾ അത്രയും എഗ്സ് ആണ് ബാലൻസ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവാനും പറ്റും. സോ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു ഷിപ്മെൻറ്റിൽ ഓർഡർ ചെയ്തത്. അത് ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. കഴിഞ്ഞ ഓർഡേഴ്സിൽ ഞാൻ ഓർഡർ ചെയ്ത 1-2 സാധനങ്ങൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അതിലൊന്നാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ്, ഫുൾ സ്ലീവ് ക്രോപ്പ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മെറ്റീരിയലാണ്. ഞാനിതൊരു 5-6 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ലീവ്ലെസ് എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലീവ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിത് സാരിയുടെ കൂടെ ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ. അത് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു ഗ്രേ സാരിയുടെ കൂടെ ബ്ലാക്ക് ബ്ലൗസിന് പകരമായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്. അത്ര സീ ത്രൂ ഒന്നുമല്ല, പക്ഷേ നല്ലതാണ്. കൈൻഡ് ഓഫ് ഒരു വുള്ളൻ അങ്ങനത്തെ ഒരു ഇതാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് വൺ ഗുഡ് പ്രോഡക്റ്റ്. ലൈക്ക് ക്ലോത്തിങ്ങും ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഞാൻ പൊതുവേ ഓൺലൈൻ ക്ലോത്തിങ് ഞാൻ എപ്പോഴും കുറച്ചൊരു എന്താ പറയുക, ഡൗട്ട്ഫുൾ ആണ് എപ്പോഴും. അല്ലെങ്കിൽ എനിക്ക് അത്രയും പരിചയമുള്ള ബ്രാൻഡ്സ് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. സൈസ് ഡിഫറൻസ് ആവും, പിന്നെ അത് റിട്ടേൺ ചെയ്യണം, പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്യണം. സോ ആ മടി കാരണം ഞാൻ ക്ലോത്തിങ് ഒക്കെ ഞാൻ ഭയങ്കര റെയർ ആയിട്ടാണ് ഓൺലൈൻ മേടിക്കാറ്. പക്ഷേ ഇത് എനിക്ക് ട്രൈ ചെയ്തപ്പോൾ നല്ലതായിട്ട് തോന്നി. പിന്നെ ഞാൻ പണ്ട് മേടിച്ചിട്ടുള്ളത് ഈ ഒരു ചീർപ്പാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഒരു വെറൈറ്റി ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇതിൻ്റെ ഈ പല്ലുണ്ടല്ലോ, ഇത് മെറ്റലാണ്. എന്ന് വെച്ചാൽ ഹാർഷൊന്നുമല്ല. ലൈക്ക് ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഈ വെള്ളത്തിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇവിടെയുള്ളവർക്ക് ലൈം സ്കെയിൽ ഡെപ്പോസിറ്റ്സ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കളയാൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് നോർമൽ കോംബ് ഓൾസോ. അല്ലെങ്കിൽ ഈ പെയിൻ ചീർപ്പിന് പകരം ആവശ്യമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരേ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പോൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ പൗച്ചിലൊക്കെ വെച്ച് മടങ്ങി ഇതിൻ്റെ ഈ പല്ലൊന്നും പൊട്ടിപ്പോവില്ല. അൺലൈക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചീർപ്പൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ പോയി വയസ്സായ ചീർപ്പ് പോലെ ഇരിക്കണ കാണും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഗുഡ്. നല്ല സ്ട്രോങ് ആണ്. ഈ പ്ലാസ്റ്റിക് ബോഡി ആയാലും നല്ല ഗ്രിപ്പൊക്കെ നല്ല രസമാണ്. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഒരു ഫേക്ക് നെയിൽ സെറ്റാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും വെക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ വെക്കും. ഇത് മറന്നിരിക്കുകയായിരുന്നു. ഞാനിന്ന് ഷെൽഫ് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് സാധാരണ ഇവിടെ കിട്ടുന്നത് നമുക്കൊരു ഗ്ലൂ ഉണ്ടാവും, ഫെവിക്വിക്ക് പോലത്തെ ഒക്കെ സാധനമല്ലേ, ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഡസീവ് ഇല്ലേ, അങ്ങനത്തെ ഗ്ലൂ കിട്ടും. അത് നമ്മൾ നെയിൽസിൽ തേച്ചതിന് ശേഷം ഫേക്ക് നെയിൽസ് വെച്ച് ഒട്ടിക്കുക. അങ്ങനെ ആയിരുന്നു ഞാൻ 1-2 തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഗ്ലൂ ഒക്കെ എത്രത്തോളം നല്ലതാണ് നമുക്കറിയില്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഗ്ലൂവിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അത് ഓരോ നഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സൈസസിലുള്ള ഗ്ലൂ, എന്താ പറയുക, ഗ്ലൂ സ്ട്രിപ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ പീൽ ചെയ്തിട്ട് നമ്മുടെ നഖത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ നെയിൽസ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റീയൂസബിൾ ആണ്. കണ്ടോ, ഇറ്റ്സ് റീയൂസബിൾ. ഒരുപാട് നെയിൽസ് ഉണ്ട്.
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 10 മാത്രമല്ല, എക്സ്ട്രീം ഉണ്ട്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണം, ഫേക്ക് നെയിൽസ് വെക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു DIY എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കളറും അല്ലെങ്കിൽ ഒരു നെയിൽ ഫൈലർ ഉണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ക്ലീൻ ചെയ്യാൻ ലൈക്ക് നഖത്തിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതാണ് ഇതിൻ്റെ കണ്ടൻസ്. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സ്ട്രെയിനർ. പ്ലാസ്റ്റിക് ആണിത്, പക്ഷെ നല്ല ഉറപ്പുള്ള പ്ലാസ്റ്റിക് ആണ്. അരിയൊക്കെ നമ്മൾ വാർക്കാനായിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. അരി എന്നല്ല, ഈവൻ വെജിറ്റബിൾസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ അരിപ്പ പോലെ, സോ പുറത്തേക്ക് പോലെ ജസ്റ്റ് ചെരിച്ച് കൊടുത്താൽ നന്നായിട്ട് ഇതിനകത്തിട്ട് വാഷ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു വണ്ടർഫുൾ അങ്ങനെയൊന്നുമല്ല, പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അരി കഴുകി കളയാനായാലും അരി വാർക്കാനായാലും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് ഒക്കെ ആണെങ്കിൽ. സോ ഇതാണ് സം ഓഫ് മൈ പ്രീവിയസ് പർച്ചേസസിൽ. പിന്നെ ഒരു സാധനം ഇതിന് മുമ്പത്തെ പർച്ചേസിൽ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു മേക്കപ്പ് കിറ്റാണ്. മേക്കപ്പ് കിറ്റല്ല, ബ്രഷ്. മേക്കപ്പിൻ്റെ പല പല രീതിയിലുള്ള ബ്രഷ്, ഫൗണ്ടേഷൻ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക ഐ ഷാഡോ, ബ്ലഷ് ഇടാനുള്ള, അങ്ങനെ പല രീതിക്കുള്ള ഒരു 14 ബ്രഷ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇതും ഐ തിങ്ക് £1 £2 അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ബട്ട് ദ ബ്രഷ് ക്വാളിറ്റി ഈസ് ഗുഡ്. ഒരു ഹൈലൈറ്ററോ ഇതിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലൈക്ക് ഇഫ് യു ഫാൻസി ബൈയിങ് ഓൾ ദീസ് സ്റ്റഫ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടെമു പർച്ചേസ്, അല്ലെങ്കിൽ ടെമുവിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. സോ ഐ ഹാവ് ഫൗണ്ട് ദിസ് ആപ്ലിക്കേഷൻ വെരി യൂസ്ഫുൾ. ഓൺലി തിങ് ഈസ് ദാറ്റ് 10 ദിവസത്തോളം എടുക്കും ഡെലിവറി ആവാനായിട്ട്. നമുക്ക് ക്വിക്കായിട്ട് ഇപ്പോൾ നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് വേണം, അല്ലെങ്കിൽ ആമസോണിൽ ലൈക്ക് 24 hours ഡെലിവറി അങ്ങനെ പറ്റില്ല. മിനിമം ഒരു 8 to 10 days എന്തായാലും എടുക്കും സാധനങ്ങൾ വരാനായിട്ട്. പക്ഷെ നിങ്ങൾ സമയമെടുത്ത് നോക്കി ഒക്കെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ, അതുപോലെ കുറേ ഹോം ഡെക്കർ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, ലൈക്ക് ക്യാൻഡിൽ ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ്, അല്ലെങ്കിൽ ഈ എന്താ പറയുക ഡ്രീം ക്യാച്ചർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ബുദ്ധയുടെ സ്റ്റാച്യൂസ്, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഡെക്കോറായിട്ടുള്ള കുറേ സാധനങ്ങളും നമുക്ക് അതിന് വാങ്ങാം. ഞാൻ എൻ്റെ കാർട്ടിൽ ഓൾറെഡി കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ കാർട്ടിൽ മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 10% ഒക്കെ മാത്രമേ ഞാനിങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ വിൻ്ററിൽ ഞാനൊരു പാൻറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാൻറ്റ് എന്നല്ല പറയാം, അതിനെ വാമർ എന്നാണ് പറയാം. ലൈക്ക് ഓഫീസിലേക്ക് ഞാനത് ഇപ്പോഴും ഇടുന്നുണ്ട്. ഒരുപാട് തവണ ഞാൻ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ അത് എനിക്ക് വേണം ഓൾമോസ്റ്റ് എ ഇയർ ആയി ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ഇതുവരെ ഒരു കേടുമില്ല, അതിൻ്റെ പുറമേയും കേടില്ല. അത് 6 or 7 പൗണ്ട് ആയിരുന്നു. ഇപ്പോഴും അതിനൊരു കേടുമില്ല. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് വൂളാണ്, അപ്പോൾ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളാണ്, നന്നായിട്ട് വാമായിട്ടിരിക്കും. എസ്പെഷ്യലി വിൻ്റേഴ്സിലൊക്കെ അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് ഞാൻ മേടിച്ചത്, അപ്പോൾ പിന്നെ ഏത് ടോപ്പിൻ്റെ കൂടെ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ ക്ലോത്തിങ് ആയാലും പാത്രങ്ങളായാലും ഓർഗനൈസേഴ്സ് ആയാലും ഫാൻസി ഐറ്റംസ് ആയാലും ഡെക്കറേഷൻ ആയാലും മേക്കപ്പ് ആയാലും എല്ലാ പ്രോഡക്ട്സും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഇഫ് യു ഫാൻസി ബൈയിങ്, അല്ലെങ്കിൽ ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കയറി നോക്കുക. ടെമു എന്നാണ് അതിൻ്റെ പേര് ആപ്ലിക്കേഷൻ്റെ. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.